പാലക്കാട് UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ ടീമിൽ കൊലക്കേസ് പ്രതി ഉൾപ്പെട്ടതിൽ UDFൽ തന്നെ അതൃപ്തി ശക്തമാവുകയാണ്. 2004-ൽ ടാക്സി ഡ്രൈവറായ ഹംസയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി സുരേഷാണ് രമേശ് പിഷാരടിയുടെ പ്രചരണ ടീമിൽ ഉള്ളത്. കോടതി സുരേഷിനെ കുറ്റക്കാരനായി വിധിച്ചതുമാണ്. അരുൺ ആലത്തൂർ വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, ഈ രമേശ് പിഷാരടിയുമായി ബന്ധപ്പെട്ട് ഇതിനകം തന്നെ പല വിവാദങ്ങൾ രൂപപ്പെട്ടിരുന്നു. രമേശ് പിഷാരടി കഴിഞ്ഞ ദിവസം സ്ത്രീകളുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശങ്ങൾ, അങ്ങനെ ധാരാളം വിവാദങ്ങളുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നം, ഇത് കൂടാതെയാണോ ഇപ്പോൾ ഈ കൊലക്കേസ് പ്രതിയെ കൂടെ കൂട്ടി രമേശ് പിഷാരടി പാലക്കാട്ട് കൂടി കറങ്ങുന്നത്? ഗൗതം, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. രമേശ് പിഷാരടിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ ടീമിലാണ് ഇപ്പോൾ കൊലപാതക കേസിൽ പ്രതി കൂടി ഉൾപ്പെട്ടിരിക്കുന്നത്. പാലക്കാട് നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് വടക്കന്തറ പോലുള്ള മേഖലകളിലും ഉൾപ്പെടെ ഈ രമേശ് പിഷാരടിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഭാഗമായിട്ട് ഈ കൊലപാതക കേസ് പ്രതി കൂടി വ്യാപകമായിട്ട് സജീവമായിട്ട് പങ്കെടുക്കുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. പിഷാരടിയുടെ തന്നെ നവമാധ്യമ അക്കൗണ്ടുകളിലൊക്കെ ഈ കൊലപാതക കേസിലെ പ്രതിയായിട്ടുള്ള വ്യക്തിയുടെ ഉൾപ്പെടെ ചിത്രം പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. കോൺഗ്രസിനുള്ളിൽ ഇതിൽ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറി ഉടലെടുത്തിരിക്കുകയാണ്. ഇങ്ങനെ ഒരു മോശം പശ്ചാത്തലമുള്ള വ്യക്തിയെ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സ്ഥാനാർത്ഥിയുടെ ഈ ടീമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഒരു വിഭാഗം നേതാക്കൾ ചോദിക്കുന്നത്. ഏതായാലും ഈ സുരേഷ് എന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം 2004-ൽ പാലക്കാട് നോർത്ത് പോലീസ് സ്റ്റേഷനിലാണ് ഈ കൊലപാതക കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഒലവക്കോട് നിന്നും ഒരു ടാക്സി ഓട്ടം വിളിച്ച്, ഹംസ എന്ന ഒരു ടാക്സി ഡ്രൈവറെ ഓട്ടം വിളിച്ച് തമിഴ്നാട് ഭാഗത്തേക്ക് കൊണ്ടുപോയി അവിടെ നിന്നും കൊലപ്പെടുത്തി ഈ ടാക്സി വാഹനം തട്ടിയെടുത്തു എന്നുള്ളതാണ് കേസ്. കോടതി ഈ സുരേഷ് എന്ന വ്യക്തി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും കോടതി ഇയാളെ ശിക്ഷിക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്നുള്ളതാണ്. അത്തരത്തിലൊരു വ്യക്തിയാണ് ഈ രമേശ് പിഷാരടി തെരഞ്ഞെടുപ്പ് പ്രചാരണ ടീമിൻ്റെ ഭാഗമാക്കി കൊണ്ടു നടക്കുന്നത് എന്നുള്ളതാണ്. നേരത്തെ ഈ പ്രക്ഷോഭ് എന്ന കോൺഗ്രസിൻ്റെ കൗൺസിലർ, നമുക്കറിയാം, ഒരു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന പരാതി ഉയർന്ന് ഇപ്പോൾ ഒളിവിൽ കഴിയുന്ന വ്യക്തി, ആ ഒളിവിൽ കഴിയുന്ന വ്യക്തിയായ പീഡന കേസിലെ പ്രതിയായ വ്യക്തിയും ഈ പിഷാരടിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമായിട്ട് പങ്കെടുത്തിരുന്നു. ആ പ്രചാരണ ടീമിനെ നയിക്കുന്നതിന് മുൻപന്തിയിൽ തന്നെ പ്രക്ഷോഭം നിന്നിരുന്നു എന്നുള്ളതാണ്. അതിന് പിന്നാലെയാണ്, അതായത് നേരത്തെ ഒരു പീഡന കേസ് പ്രതിയായിരുന്നു പിഷാരടിയുടെ ടീമിൽ സജീവമായിട്ട് മുൻപന്തിയിലെങ്കിൽ ഇപ്പോൾ കൊലപാതക കേസ് പ്രതി ഈ പ്രചാരണ. രമേശ് പിഷാരടിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അവസാനിക്കുന്നില്ല. കൊലപാതക കേസിലെ പ്രതിയെ കൂടെ കൂട്ടിയാണ് രമേശ് പിഷാരടി പ്രചരണ പരിപാടികൾ നടക്കുന്നത്. ഇതിൽ UDFൽ തന്നെ അതൃപ്തി പുകയുകയാണ്. 2004-ൽ ഒരു ടാക്സി ഡ്രൈവറെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട കേസിൽ കോടതി ശിക്ഷിച്ച വ്യക്തിയായിട്ടുള്ള സുരേഷാണ് രമേശ് പിഷാരടിയുടെ പ്രചരണ പരിപാടിയിൽ മുൻപന്തിയിലുള്ളത്. ഇതിലാണ് UDFലും കോൺഗ്രസിലും തന്നെ ഒരു വിഭാഗം നേതാക്കൾക്ക് അതൃപ്തിയുള്ളത്. അരുൺ ആലത്തൂരാണ് വിവരങ്ങളുമായി ചേർത്ത്. ഇനി ഒരു